ഷിംജിത കുറ്റവിമുക്തിയാവാനുള്ള സാധ്യതയുണ്ട്. ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല, കുറ്റവിമുക്തിയാവും. നമുക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുള്ള കാര്യം, യഥാർത്ഥത്തിലുള്ള സംഭവം നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് കൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട കുറച്ച് റിയാലിറ്റികളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഭയങ്കര ഭീകരമായ ഒരു കേസിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം നിങ്ങൾ അറിഞ്ഞു ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ പലതും തുടക്കം കുറിക്കുകയാണ്. ഹായ്, റിയാലിറ്റി ബൈ ഫിൻസി എന്നുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് റിയാലിറ്റി പറഞ്ഞില്ലെങ്കിൽ എനിക്കിവിടെ ഇരിക്കാനും ഉണ്ണാനും ഉറങ്ങാനും പറ്റില്ല. അപ്പോൾ 4 റിയാലിറ്റി പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടായത് ഷിംജിത, നമ്മളുടെ ദീപക്കിന് ഉള്ള കേസ്. ആ സ്ത്രീ, ഞാനിവിടെ നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലിപ്പ് കൊടുക്കാം. ഊഹാപോഹങ്ങൾ അവരുടെയും വായെന്ന് കേട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ഞാനിവിടെ ക്ലിപ്പ് കൊടുക്കാം. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തോ മനോപ്രശ്നത്തിന്റെ അല്ലെങ്കിൽ അയാളോടുള്ള പൂർവ്വ വൈരാഗ്യത്തിന്റെ പേരിലോ ചെയ്ത പോലെ തോന്നണത്. നെഞ്ച് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് അയാളെ കൊണ്ട് കൈ തട്ടിപ്പിച്ച് ലാസ്റ്റ് സഹി കേട്ട് അയാൾ നീങ്ങിപ്പോണതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അയാൾക്ക് ഇറിറ്റേഷൻ തോന്നി അയാൾ നീങ്ങിപ്പോയി. നിങ്ങൾ സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഈ സ്ത്രീ ചെയ്യുന്ന ഈ അസുഖം മനസ്സിലായിട്ട് സഹി കെട്ടിട്ട് ആ നല്ല മനുഷ്യൻ നീങ്ങി നിൽക്കുന്നതായിട്ട് ഇങ്ങനെ ഒരു റയർ മനുഷ്യന്മാരൊക്കെ കാണാൻ പോലും കിട്ടില്ല കേട്ടോ. അയാൾ വീഡിയോ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നോക്കുക. വീഡിയോ അവസാനിക്കും. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. ഈ ഷിംജിത ഏതെങ്കിലും ഒരു സ്ത്രീ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. ആളുടെ സ്വന്തം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ഇവിടെയൊക്കെ ഉണ്ടായ വിപ്ലവത്തിനും ഈ മരണത്തിനും ഒക്കെ ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ കേട്ടോ. ഇത് നേരിട്ട് കാണുമ്പോഴാണല്ലോ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുക. ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഇഷ്യൂവിന്റെ തൊട്ട് ഭീകരമായൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു അജണ്ട, എന്തോ സംഭവം പറയാൻ അറിയുന്നില്ല, ആ സംഭവം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ് ഇവിടത്തെ ഭീകരമായ റിയാലിറ്റി. ഷിംജിതയുടെ കേസ് പോലീസ് നോക്കിക്കോളും. പക്ഷെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അറിയിക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് സത്യം പറയാന്ന് വെച്ചാൽ വളരെ അധികം ആരും ചിന്തിക്കില്ല. അതായത് ഈ ഒരു ഒഴുക്കിൽ പോകുന്ന ആരും ചിന്തിക്കില്ല. പക്ഷെ
ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ ഷിംജിത ദീപക് ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ടൊക്കെ ഇവിടെ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തീപ്പൊരിയുടെ ഇമ്പാക്ട് നമ്മൾ ഓരോ സ്ത്രീകൾക്കുള്ളതാണ്. നിങ്ങൾ ഇത് കേൾക്കണം, ഞാനീ പറയുന്നത് നിങ്ങൾ കേൾക്കാം. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നത് നിങ്ങളിപ്പോ ഷെയർ ചെയ്ത് വിട്ടോളൂ. കാരണം ഇതൊരു ഹൈലി പ്രശ്നമായിട്ടുള്ള ഒരു ക്യാൻസർ പോലത്തെ ഒരു കാർന്ന് തിന്നുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറയട്ടെ, അതായത് ഈ ഷിംജിത ചെയ്ത പരിപാടി നമ്മളിപ്പോ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു നല്ല നടപ്പിൽ പോകുന്ന സ്ത്രീ ഇങ്ങനെ ഒരാൾക്ക് അവരവരുടെ നെഞ്ചും വിരിച്ച് നിന്നു കൊടുക്കുവോ? അതായത് നല്ല നടപ്പിലുള്ള സ്ത്രീ ആണെങ്കിൽ ഒരു ആള് ഇങ്ങനെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നിന്നു കൊടുക്കുവോ? പിന്നെ കൂട്ടുകാരത്തിനെ ഇങ്ങനെ കണ്ടിട്ടാണ് പിന്നെ ആള് അത് വീഡിയോ എടുക്കാൻ നോക്കിയെന്നൊക്കെയാണ് പറഞ്ഞത്. ഈ കൂട്ടുകാരത്തിനെ കണ്ടപ്പോഴും ഈ പെണ്ണ് ഇവിടെ നെഞ്ചി വിരിച്ച് നിന്നപ്പോഴും ഇതിന് വേണ്ടി നിന്നതാണ് നമുക്ക് ആ വീഡിയോയിൽ മനസ്സിലാവുന്നുള്ളൂ. അപ്പം ഇങ്ങനെ നിന്നപ്പോഴും ഇതാണോ സാധാരണ ഒരു സ്ത്രീ ചെയ്യുക? ഇതാണോ? ഒന്നില്ലെങ്കിൽ പ്രതികരിക്കാൻ കഴിവില്ലാത്ത എന്നെ പോലുള്ള ഒരു വിഭാഗം സ്ത്രീകള് നീങ്ങി നിൽക്കും, അല്ലെങ്കിൽ മാറി നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോ കൂടിപ്പോയി ഇങ്ങനെ കൂടി പറയാം, എന്താ ചെയ്യണേന്നെങ്കിലും അയാൾ ചോദിക്കെങ്കിലും ചെയ്യാം. ഇതാണ് നമ്മൾ ഒരു വിഭാഗം ആളുകൾ നീങ്ങി നിൽക്കുക, അവിടെ നിന്ന് പോയി ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കലാണ് സാധാരണ ചെയ്യുന്ന ഒരു അത് പാടില്ല. കാരണം അതാണ് പാടില്ലാത്തത്. അത് അവരറിയിക്കണം, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വേറെ വിഷയം. അപ്പം പറഞ്ഞു വന്നത്, ഈ ഷിംജിത ചെയ്ത പണി കണ്ടോ? നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടോ? ആള് നെഞ്ചും വിരിച്ച് നിൽക്കുകയാണ്. നമ്മളുടെ എന്തിനും തയ്യാറായിട്ട് നെഞ്ചും വിരിച്ച് നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും സ്വന്തം ശരീരത്തില് ഒരാള് വേറെ രീതിയിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ നിൽക്കില്ല. നല്ല രീതിയിൽ നല്ല നടത്തിപ്പിൽ പോകുന്ന സ്ത്രീയാണെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതൊന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, ഈ സ്ത്രീ ഇട്ട അടുത്ത വീഡിയോ. ആ മനുഷ്യനെ അറം പറ്റിക്കാൻ, അതായത് ഇതിന്റെ എക്സ്ട്രീമിൽ സംസാരിക്കാൻ പറ്റില്ല. ആ രീതിയിൽ എല്ലാ ലൂപ്പ് ഹോള് പോലെ സാധനങ്ങൾ ഇട്ടിട്ട് അറം പറ്റിക്കുന്ന പോലെയാണ് അടുത്ത വീഡിയോ. നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവണമെന്ന് നോക്കി നോക്കൂ കേട്ടോ. ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലായത് ഈ പെണ്ണ് ഇതിനു വേണ്ടി, പെണ്ണെന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂര് സാധാരണ അങ്ങനെ പറയാറുള്ളത്. അത് പൊട്ട രീതിയിൽ പറയുന്നതല്ല, കാഷ്വൽ ആയിട്ട് നമ്മൾ പെണ്ണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പം ഈ പെണ്ണ് ഇതൊരു എന്താ പറയാ, അതിനൊരു വിലയില്ലാത്ത പോലെയോ അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് ചെയ്യാത്ത പോലത്തെ ഭാഷയല്ല കേട്ടോ. അത് കാഷ്വൽ ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ ഈ സ്ത്രീ എന്ന് പറയാം. അപ്പൊ ഈ സ്ത്രീ ഇതിനു വേണ്ടി നിന്ന് കൊടുത്തിട്ട് ആൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം എന്ത് പണിയും ചെയ്യുന്ന ആളുകളിൽ പെട്ട ഒരാളായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വിടുന്നില്ലേ? റീച്ച് കിട്ടാൻ വേണ്ടി എന്താ പറയാ, തുണി വരെ കുറച്ച് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആളുകളുടെ ഇടയിലുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. തുണി കുറച്ചിട്ടില്ല, പക്ഷെ അതിനേക്കാളും വലിയ ഊച്ചാളിത്തരമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, അല്ലെ? അപ്പൊ റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള തോന്നിയാസമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ആ രണ്ടാമത്തെ വീഡിയോ അത് അത്യാവശ്യം വൈറലായപ്പോ ആ ഒരു മനുഷ്യൻ നമുക്ക് വീഡിയോ ഒന്ന് മനസ്സിലായത്, ആ ഒരു മനുഷ്യൻ അത് അറിയാതെ, അയാള് നാച്ചുറൽ ആയിട്ടൊരു ബസ്സിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു മൂവ്മെന്റില് അറിയാതെ ബോഡി അനങ്ങുമല്ലോ, അങ്ങനെ തട്ടിയതാണെന്നാണ് മനസ്സിലാവുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെയാണ് ആ വീഡിയോ ഒന്ന് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആ വീഡിയോയുടെ ഇമ്പാക്ട് എന്തോരം ഉണ്ടായിരിക്കും? പിന്നെ ഇങ്ങനെ അറിയാതെ തട്ടുമ്പോൾ നമുക്കിപ്പോ ഇത് ഒരു സ്ത്രീയുടെ നെഞ്ചാണോ എന്ത് ഭാഗമാണോ സാധാരണ നമുക്ക് ഇങ്ങനെ കൈമുട്ടുകൊണ്ടൊക്കെ ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവണമെന്നില്ല, സ്വാഭാവികമായിട്ട് മനസ്സിലാവണമെന്നില്ല. അറിയാണ്ട് തട്ടുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കണമെന്നില്ല. അപ്പൊ അയാൾ വീഡിയോ എടുത്തത് കണ്ടു, എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിക്കണ. ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് തട്ടുന്നതെന്ന് പോലും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീ കാഷ്വലായിട്ട് ഒരു വീഡിയോ എടുക്കുന്നതാണെന്നല്ലേ ചിന്തിക്കുള്ളൂ. അപ്പോ ഈ സ്ത്രീ പറഞ്ഞതിന്റെ ഭീകരത, കൊല വിളിക്കാൻ തന്നെയാണ് പണി ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത്ര എക്സ്ട്രീം ആയിട്ടാണ്, ആ രീതിയിലാണ് ആ രണ്ടാമത്തെ വീഡിയോ സംസാരിച്ചിട്ടുള്ളത്. ഭീകരമായി പോയി. അപ്പോ അയാൾ അങ്ങനെ ഒരു അല്ലാതെയുള്ള ആളാണെന്നാണ് നമുക്കിപ്പോ അങ്ങനെ ഒരു ഉദ്ദേശം അയാൾക്ക് ഇല്ലാതിരുന്നെങ്കിൽ ഷുവറായിട്ടും അയാള് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ അതുപോലെ ജീവിക്കുന്ന ആളാണെങ്കിൽ ഷുവറായിട്ടും അയാൾക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. മരണം അതിനൊരു പരിഹാരം അല്ലെങ്കിലും ആ ഒരു സമയത്ത് അയാൾക്ക് തോന്നിയതിൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്, ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. അപ്പോ ഒരു നിരപരാധിയാണ് ഇവിടെ ബലിയാടാക്കപ്പെട്ടത് എന്നുള്ളതാണ് ഒരു വസ്തുത എന്നാണ് ഷിംജിതനെ പോലീസ് റിമാൻഡ് ചെയ്തത്. അപ്പൊ നമുക്ക്
പക്ഷെ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ള തിരികൊളുത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ പറയട്ടെ.